ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂക്വസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഡേറ്റ ടൈപ്സും അതുപോലെ ബൂളിയൻ ഡേറ്റ ടൈപ്പും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസ് ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന 3 ഡേറ്റ ടൈപ്പുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ട്രിങ്. അതിനു മുന്നേ നമുക്ക് സീക്വൻസ് ഡേറ്റ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. സീക്വൻസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ആയിരിക്കും ഉണ്ടാവുക. അതെന്തായിരിക്കാം? ഓർഡേർഡ് ആയിരിക്കാം ആൻഡ് മേ ബി എന്തായിരിക്കാം, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആയിരിക്കാം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായിരിക്കും നമ്മുടെ സീക്വൻസ് ടൈപ്പ് എന്ന് പറയുമ്പം അതൊരു ഓർഡേർഡ് കളക്ഷൻ ഓഫ് സിമിലർ ഓർ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആയിരിക്കും. സിമിലർ ആയാലും കുഴപ്പമില്ല, ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല, എന്തായിരുന്നാലും ഒരു ഓർഡേർഡ് കളക്ഷൻ ആയിരിക്കും നമ്മുടെ സീക്വൻസ് ഡാറ്റ ടൈപ്പിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ്. സ്ട്രിങ് നമ്മൾ പൈത്തൺ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രിങ്. സ്ട്രിങ് എന്താണ്? നമുക്ക് സിംഗിൾ കോഡ്സ് ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്യാൻ പറ്റും, ഡബിൾ കോഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, ആൻഡ് ഈവൻ ട്രിപ്പിൾ കോഡ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പൈത്തണിലൊരു പ്രത്യേകതയാണ്, പൈത്തണിനകത്ത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഇല്ല. പകരം ലെങ്ത്ത് 1 ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ക്യാരക്ടർ ഡേറ്റ ടൈപ്പിനെ പൈത്തണിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ സ്ട്രിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയേ. നമ്മളവിടെ str1, str2, str3 എന്ന് പറഞ്ഞ് 3 വേരിയബിളിലോട്ട് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ സ്ട്രിങ് ഡാറ്റ ടൈപ്പിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് str ആയിരിക്കും. അതാണ് അപ്പോൾ നമ്മുടെ സ്ട്രിങ് ഡേറ്റ ടൈപ്പ്. അടുത്ത സീക്വൻസ് ടൈപ്പിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുന്നത് അറേ പോലെ തന്നെയാണ്, പക്ഷെ പ്രത്യേകത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാണ്. ആ ടേം നിങ്ങൾ അതുപോലെ തന്നെ ഓർത്തിരിക്കണം. എന്താണ് ടേം? മ്യൂട്ടബിൾ. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റർ അതിൽ വല്ല ചേഞ്ചസോ മോഡിഫിക്കേഷൻസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. പക്ഷേ ഈ മ്യൂട്ടബിൾ അല്ലാത്ത ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പും നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. അപ്പോൾ ലിസ്റ്റിൻ്റെ കേസ് ഓർത്തിരിക്കുക. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇത് ഒരു ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ലിസ്റ്റിനകത്ത് വരുന്നത്. ആൻഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രേസസ് എന്ന് പറയുന്നത് ഏതാണ്? സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്. അത് ഓർത്ത് വെക്കണം. കാരണം ഇനി പറയാൻ പോകുന്ന ഡേറ്റ ടൈപ്പിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ബ്രാക്കറ്റുകളായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ലിസ്റ്റിനകത്ത് ഓർത്ത് വയ്ക്കുക, അത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അത് മ്യൂട്ടബിൾ ആണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഇൻഡിജേഴ്സ് വാല്യൂസും കൊടുത്തു. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ലിസ്റ്റിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പും സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ലിസ്റ്റ് 2നകത്ത് ഇൻഡിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, അതുപോലെ കോംപ്ലക്സ് നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പും ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. സീക്വൻസ് ടൈപ്പിൽ വരുന്ന ലാസ്റ്റ് ഡേറ്റ ടൈപ്പാണ് ടപ്പിൾ. ടപ്പിളും ലിസ്റ്റ് പോലെ തന്നെ ഒരു ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് മ്യൂട്ടബിൾ ആണെങ്കിൽ ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് വൺസ് നമ്മൾ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു മോഡിഫിക്കേഷൻസും ലേറ്റർ ചെയ്യാൻ പറ്റില്ല. ആ ടപ്പിൾ അതുപോലെ തന്നെ ആയിരിക്കും നിൽക്കാം. ഇത് നമുക്ക് ഇൻ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടപ്പിളിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ലിസ്റ്റിനെ ബാക്ക് ടു ടപ്പിളിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ടൈപ്പ് കൺവേർഷൻ്റെ ഭാഗത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു പ്രത്യേകതയാണ് ലിസ്റ്റിലെ പോലെ തന്നെ ടപ്പിളിനകത്ത് നമുക്ക് ഏത് ഡേറ്റ ടൈപ്പിനെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, നമ്മൾ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ടപ്പിൾ നമ്മൾ പാരാന്തസിസ് ഉപയോഗിച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ലിസ്റ്റും ടപ്പിളും തമ്മിൽ മാറിപ്പോകരുത്. ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ടപ്പിൾ പാരാന്തസിസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ താഴെയുള്ള എക്സാമ്പിൾ നോക്കിയേ. ടപ്പിൾ 1നകത്ത് നമ്മൾ നോർമലി ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇൻഡിജർ വാല്യൂസിനെ സ്റ്റോർ ചെയ്തു. ടപ്പിൾ 2ൽ നോക്കിയേ, നമ്മളവിടെ ഇൻഡിജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ആൻഡ് ഓൾസോ കോംപ്ലക്സ് നമ്പറും ഉണ്ട്. അപ്പോൾ എല്ലാ ഡാറ്റ ടൈപ്പും ടപ്പിളിനകത്ത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സീക്വൻസ് ഡാറ്റ ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഡേറ്റ ടൈപ്പുകൾ. അപ്പോൾ അതിന് ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് സിമ്പിൾ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ വീതം വെച്ച് പഠിക്കുക.